നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഫയർമാൻ എക്സാം ആണ് ശനിയാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടെക്സ്റ്റ് പരിചയം ഉണ്ടായിരിക്കും. ടാലൻറ്റിൻ്റെ ഫയർമാൻ എന്ന് പറയുന്നൊരു ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് ടാലൻറ്റിൻ്റെ ആണ്. ഇതുപോലെ ലക്ഷ്യയ്ക്കുമുണ്ട്. ഇത് ടാലൻ്റ് ആണ്. ഇത് ഒരുപാട് കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. ഒരു 160 പേജോളം ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, പിന്നീട് IT ആക്ട് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാലൻ്റ് ഉണ്ട്, ലക്ഷ്യമുണ്ട്. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റുകൾ ഓരോരുത്തർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാലൻറ്റ് ടെക്സ്റ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയർമാൻ ചോദിക്കാൻ, ഞാൻ ഇതുവരെ ചോദ്യപേപ്പർ കണ്ടതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളും, അത് മാത്രമല്ല ഇത് പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇത്രയും പേജ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വരച്ചിടുക. അപ്പോൾ പഠിക്കാൻ നമുക്ക് പരീക്ഷയ്ക്കായാലും ഇതൊന്ന് നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഒരു ഇതിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന അടിസ്ഥാന വിവരങ്ങളെന്നും പറഞ്ഞൊരു പ്രക്രിയ, അതിലാണ് തുടങ്ങുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ജ്വലനം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ജ്വലനം, കമ്പഷൻ. അതായത് ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ജ്വലനം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു, ഏതൊരു വസ്തുവും ആയിക്കോട്ടെ, ആ വസ്തു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? ജ്വലനം എന്ന് വിളിക്കുന്നത്. അതാണ് തുടങ്ങുന്ന പേജ് കിടക്കുന്നത്. അതാണ് ജ്വലനം. എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന പ്രക്രിയ, ഇതാണ് ജ്വലനം എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, കത്തുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്നത് ഏതാണ്? ഓക്സിജനാണ്. കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനും. കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ജ്വലനം നിയന്ത്രിക്കുന്നതാണ് ഏത്? ജ്വലനം നിയന്ത്രിക്കുന്നത് നൈട്രജനാണ്. പഠിച്ചു വെക്കണേ. അതായത് കത്തുന്ന വാതകം ഹൈഡ്രജനാണ്, കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലാണ് അത് തീ ആളി പിടിക്കുന്നത്. അതുപോലെ തന്നെ ജ്വലനം നിയന്ത്രിക്കുന്നത് ഏതാണ്? നൈട്രജനാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പിന്നീട് അതിനകത്ത് ആ ജ്വലനം എന്ന് പറയുന്നൊരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ അതിനകത്ത് നോക്കാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ ഇന്ധനമെന്നും, ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസറുകൾ എന്നും അറിയപ്പെടുന്നു. അതായത് എന്താണ്? ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവാണ് ഇന്ധനം എന്ന് പറയുന്നത്. ഈ ഇന്ധനവും അതുപോലെ തന്നെ ഓക്സിജനും എല്ലാം ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ? ജ്വലനം നടക്കത്തുള്ളൂ. എന്തൊക്കെയാണ്? ഇന്ധനം വേണം, ഓക്സിജൻ വേണം, അതുപോലെ തന്നെ എന്ത് വേണം? താപം വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ? ജ്വലനം നടക്കത്തുള്ളൂ. അതൊക്കെ നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ്, എന്താണ് എക്സോസ്റ്റ് എന്നും പറഞ്ഞൊന്ന് ചോദിക്കാം. എന്താണ് എക്സോസ്റ്റ്? അതൊന്ന് നോക്കി വെക്കുക. ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്ന് ഓക്സിഡൈസറിൽ നിന്ന് പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. പഠിച്ചു വെക്കണേ. എന്താണ്? ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നോ ഓക്സിഡൈസറിൽ നിന്നോ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജ്വലനം പറഞ്ഞു, എക്സോസ്റ്റ് പറഞ്ഞു. അതൊന്ന് നോട്ട് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഈ 2 പേജിൽ നിന്ന് പറഞ്ഞത്. ജ്വലനം എന്താണ്? അത് പഠിച്ചു വെക്കുക. ഒരു വസ്തു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന പ്രക്രിയ നമുക്ക് എന്തെന്ന് പറയാം? ജ്വലനം എന്ന് പറയാം. അതുപോലെ തന്നെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഓക്സിഡൈസറിൽ നിന്നോ പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നതിന് എന്തെന്ന് പറയാം? എക്സോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതിനകത്ത് ചോദിക്കാനായിട്ട് കുറച്ച് ജ്വലനങ്ങൾ പഠിച്ചു വെക്കുക. പൂർണ്ണ ജ്വലനമുണ്ട്, അപൂർണ ജ്വലനമുണ്ട്, സ്വാഭാവിക ജ്വലനമുണ്ട്, വിസ്ഫോടന ജ്വലനമുണ്ട്, ദ്രുത ജ്വലനമുണ്ട്. ഒന്ന് പഠിച്ചു വെക്കണേ. പൂർണ്ണ ജ്വലനം, പൂർണ്ണമായിട്ടും ജ്വലനം നടക്കുകയാണ്. പൂർണ്ണ ജ്വലനത്തിൽ അവിടെ അവശിഷ്ടമൊന്നും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടുള്ള ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കത്തുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു, കത്തി ജ്വലിച്ച് തീരുന്നു. അതാണ് പൂർണ്ണ ജ്വലനം. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയാം? അതായത് കാർബൺ ഓക്സിജൻ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ ഒരു ഉദാഹരണങ്ങൾ കുറച്ച് ഇവിടെ കിടപ്പുണ്ട്. അതാണ് കാർബണും ഓക്സിജനും കത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. സൾഫറും ഓക്സിജനും കത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. നൈട്രജനും ഓക്സിജനും കത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ആ പൂർണ്ണ ജ്വലനത്തിൽ ഒന്ന് നോക്കി വെക്കുക. പിന്നീട് എന്താണ് അപൂർണ ജ്വലനം? വളരെ സിമ്പിളാണ്.
ജ്വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ജ്വലനം നടക്കത്തില്ല. ജ്വലനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കുറച്ച് ബാക്കി വരും. അതാണ് അപൂർണ ജ്വലനം. നമ്മൾ പേപ്പർ കത്തിക്കുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു? പേപ്പർ കത്തിക്കുമ്പോൾ അവസാനം ചാമ്പലായിട്ട് അതിൻ്റെ എന്താണ് അവശിഷ്ടമായിട്ട് ചാമ്പൽ അല്ലെങ്കിൽ എന്താണ് ആ പൊടി കിട്ടുന്നു ഇല്ലേ? അത് അപൂർണ ജ്വലനമാണ്. കാരണം പൂർണ്ണമായിട്ടും ജ്വലിച്ച് മാറുന്നില്ല. എന്താണ് അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അപൂർണ ജ്വലനം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണേ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പേപ്പർ കത്തിക്കുന്നു. പേപ്പർ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നു. അത് അപൂർണ ജ്വലനത്തിന് ഉദാഹരണം. തടി അതൊക്കെ എന്താണ് അപൂർണ. കടലാസ് കത്തിക്കുമ്പോൾ എന്താണ് ഉൽപ്പന്നമായ ചാരം ഉണ്ടാകുന്നത് എന്താണ് അപൂർണ ജ്വലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക. അപൂർണ ജ്വലനത്തിന്റെ പ്രധാന ഉപോൽപ്പന്നമാണ് കാർബൺ മോണോക്സൈഡ്. അപൂർണ ജ്വലനത്തിന്റെ പ്രധാന ഉപോൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ ദ്രുതജ്വലനം, അതായത് പെയ്യെ നടക്കുന്ന ജ്വലനം. നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ച് എങ്ങനെയാണ് അത് പെയ്യെ പെയ്യാണ് ജ്വലിച്ചു വരുന്നത്. അതാണ് ദ്രുതജ്വലനത്തിന് ഉദാഹരണം. വളരെ സിമ്പിളാണ്. ദ്രുതജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് പെയ്യെ പെയ്യെ എന്താണ് ജ്വലിച്ചു വരികയാണ്. അതാണ് എന്ത് ചെയ്യുന്നത്? ദ്രുതജ്വലനം. പെയ്യെ സാവധാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ ജ്വലനം നടക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതിനകത്ത് സ്വാഭാവിക ജ്വലനം, അതായത് ആരും ഉണ്ടാക്കുന്ന ജ്വലനമല്ല, സ്വാഭാവികമായിട്ട് നടക്കുന്ന ജ്വലനം. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ വായുവിൽ ഫോസ്ഫറസ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂടും പ്രയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? ജ്വലിക്കുന്നു. ഫോസ്ഫറസ് എന്താണ് വായുവിൽ തുറന്നു വെക്കുമ്പോൾ നമ്മുടെ സാധാരണ ഊഷ്മാവിൽ തന്നെ എന്ത് ചെയ്യാണ് അത് ജ്വലിക്കുകയാണ്. അതാണ് സാധാരണ സ്വാഭാവിക ജ്വലനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഫോസ്ഫറസ് വായുവിൽ സ്വമേധയാ ഏകദേശം 86 ഡിഗ്രി ഫാരൻഹീറ്റും 30 ഡിഗ്രി സെൽഷ്യസിലും ജ്വലിക്കുന്നു. അപ്പം ഫോസ്ഫറസ് ജ്വലിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ്. എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 86 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ അതൊന്ന് പഠിച്ചു. അപ്പോൾ സ്വാഭാവിക ജ്വലനത്തിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫറസ് നമ്മുടെ സാധാരണ വായുവിൽ എന്ത് ചെയ്യുന്നു? ജ്വലിക്കുന്നു. ശേഷം സ്ഫോടനാത്മക ജ്വലനം. നമുക്കറിയാം സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂടും വെളിച്ചവും ശബ്ദവും ഉണ്ടാകുന്നതൊക്കെ എന്താണ്? സ്ഫോടനാത്മക ജ്വലനമാണ്. അത് നമ്മളെന്താണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒന്നാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ജ്വലനത്തിൽ നോക്കാനുള്ളത്. ജ്വലനം ഏതാണ്? പൂർണ്ണ ജ്വലനം, അപൂർണ ജ്വലനം, ദ്രുതജ്വലനം, അതുപോലെ തന്നെ സ്വാഭാവിക ജ്വലനം, പിന്നെ സ്ഫോടനാത്മക ജ്വലനം. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നീട് നമ്മൾ പോകുന്നത് താപനിലയും താപവും. താപനിലയും താപവും രണ്ടായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപവും താപനിലയുമാണ്. നമ്മൾ അടുത്ത പേജിൽ കിടക്കുമ്പോൾ താപനിലയും താപവും എന്താണ് തിരിച്ചു പഠിക്കുക. താപം വേറെ, താപനില വേറെ. അതായത് താപനില എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളിൽ ഉണ്ടാകുന്ന ശരാശരി ഗതികോർജ്ജം, ആവറേജ് കൈനറ്റിക് എനർജി. പഠിച്ചു വെക്കണേ. അതായത് താപനില പഠിച്ചു വെക്കുക. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾക്കുണ്ടാവുന്ന ശരാശരി ഗതികോർജ്ജമാണെങ്കിൽ അതാണ് താപനില എന്ന് പറയുന്നത്. താപനിലയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കെൽവിൻ ആണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എങ്കിൽ താപനിലയുടെ എന്താണ് സാധാരണ യൂണിറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ആണ്. മാറിപ്പോകരുത്. എന്താണ് താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ആവറേജ് കൈനറ്റിക് എനർജിയാണ് താപനില. അങ്ങനെയാണെങ്കിൽ താപം എന്താണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജം, ഫുള്ള് കൈനറ്റിക് എനർജി, ആകെ ഗതികോർജ്ജമാണ് ഇത് താപം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തിരിച്ച് നമുക്ക് പഠിക്കാം. താപനില നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജമാണെങ്കിൽ അത് എന്താണ്? താപനിലയാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണെങ്കിൽ അതെന്താണ്? താപമാണ്. ഓക്കെ ആണല്ലോ. താപനിലയുടെ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. SI യൂണിറ്റ് ചോദിച്ചാൽ കെൽവിൻ ആണ്. അതാണ് ഈ പേജിൽ പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് പറയാം വിവിധ തരം. അതുപോലെ തന്നെ സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ചിലപ്പോൾ ഒന്ന് ചോദിക്കും. എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് നമ്മൾ പറയുന്ന വിവിധ തരം തെർമോമീറ്ററുകളാണ്. അതായത് സാധാരണ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്, മെർക്കുറി തെർമോമീറ്റർ ഉണ്ട്. അപ്പോൾ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് ഇത് തെർമോമീറ്റർ. അതായത് ഒരു സാധാരണ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ മെർക്കുറി തെർമോമീറ്റർ. കണ്ടെത്തിയതാരാ? ഫാരൻഹീറ്റാ.
ഇനി നമ്മുടെ ശരീര ഊഷ്മാവ് അളക്കാനുള്ള താപം അളക്കാനുള്ള തെർമോമീറ്റർ ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ അഥവാ ലബോറട്ടറി തെർമോമീറ്റർ ആണ്. അത് കണ്ടെത്തിയതാരാണ്? തോമസ് ആൽബർട്ട് ആണ്. അതൊക്കെ ഏതാണ്ട് ഈ പേജിൽ കിടപ്പുണ്ട്. അപ്പോൾ തെർമോമീറ്റർ കണ്ടെത്തിയത് ഗലീലിയോ ആണെങ്കിൽ, മെർക്കുറി തെർമോമീറ്റർ കണ്ടെത്തിയത് ഫാരൻഹീറ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ സാധാരണ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മെർക്കുറി തെർമോമീറ്റർ ആണ്. ഇത് കണ്ടെത്തിയത് ഫാരൻഹീറ്റ് ആണ്. ലബോറട്ടറി തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാണ്? തോമസ് ആൽബർട്ട് ആണ്. ഇനി അടുത്തത് തിരിച്ച് പഠിക്കേണ്ടത്, ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണല്ലോ തെർമോമീറ്റർ. സാധാരണ ഊഷ്മാവ് എന്ന് ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ആലോചിക്കരുത്, മെർക്കുറി തെർമോമീറ്റർ തിരഞ്ഞെടുക്കുക. പിന്നെ ശരീര ഊഷ്മാവാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് കൊടുക്കുക? ലബോറട്ടറി തെർമോമീറ്റർ തിരഞ്ഞെടുക്കുക. ഓക്കെ ആണല്ലോ? അത്രയും കാര്യങ്ങളൊന്ന് ആ ഭാഗത്തിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ പഠിക്കാനുള്ളത് കെൽവിൻ സ്കെയിലിനെ കുറിച്ചാണ്. കെൽവിൻ സ്കെയിൽ പ്രധാനമായിട്ടും എന്താണ് കെൽവിൻ സ്കെയിൽ എന്ന് പഠിച്ചു വെക്കുക. വാതകങ്ങളുടെ താപീയ വികാസത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്കെയിലാണ് ഇത്, ഈ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതാണ്, നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയില്. അപ്പോൾ എന്തെങ്കിലും കെൽവിൻ സ്കെയിലിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് താപനില രേഖപ്പെടുത്തില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്തൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലോർഡ് കെൽവിനാണ്. കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ച ഒരു ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് കെൽവിനാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മൾ പറയാനുള്ളത് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ച ആ പേര് തന്നെ ഉണ്ട്, ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റും 273 കെൽവിനുമാണ്. പഠിച്ചു വെക്കണേ. ഇനി 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റും 373 കെൽവിനുമാണ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ കണ്ടെത്തിയത് ആൻഡേഴ്സൺ സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കെൽവിൻ സ്കെയിലിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് രേഖപ്പെടുത്താത്ത സ്കെയിൽ എന്നറിയപ്പെടുന്നത് കെൽവിൻ സ്കെയിലാണ്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റും അതുപോലെ തന്നെ 273 കെൽവിനുമാണ്. അത് അതേപോലെ പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ പിന്നീട് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റും 373 കെൽവിനുമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് അതിൽ നോക്കാനുള്ളത് നമ്മുടെ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് പഠിച്ചു വെക്കുക. എത്രയാണ്? -40 ഡിഗ്രി. പഠിച്ചു വെക്കണേ. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ചോദിച്ചു കഴിഞ്ഞാൽ -40 ഡിഗ്രി. ഇത് ചോദിക്കാൻ ചാൻസ് ആണ്. അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത്, അവിടെ നെഗറ്റീവ് വരില്ല. നമ്മൾ പറഞ്ഞു കെൽവിൻ സ്കെയിൽ ഒരിക്കലും നെഗറ്റീവ് രേഖ കാണിക്കില്ല. അപ്പോൾ കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് പറയാനുള്ളത് ഈ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും ഒരേ മൂല്യം കാണിക്കില്ല. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? സെൽഷ്യസ് സ്കെയിലും കെൽവിനും തമ്മിൽ ചേരില്ല. അങ്ങനെ പഠിച്ചു. അപ്പം സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിൽ എന്തില്ല? ചേരില്ല. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത് -40 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത് 574.25 ആണ്. ഇനി എന്താണ് കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ? അതെന്താണെന്ന് പഠിച്ചു വെക്കാം. അതായത് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് എന്ത് ചെയ്യുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്നത് എന്താണ്? അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യത്തിലാണ്. എത്രയാണ് കേവല പൂജ്യം എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട് സീറോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് എത്ര കെൽവിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 കെൽവിൻ ആണ്. അപ്പോൾ കേവല പൂജ്യം അബ്സല്യൂട്ട് സീറോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് എത്ര കെൽവിൻ ആണെന്ന് ചോദിച്ചാൽ 0 കെൽവിൻ ആണ്. അതുപോലെ തന്നെ ഈ
അബ്സല്യൂട്ട് സീറോ എന്താണ് അതിൻ്റെ കൃത്യമായ ഒരു കണക്ക് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും എന്താണ് അത് -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ നമ്മുടെ കെൽവിൻ സ്കെയിൽ കണ്ടെത്തിയ ലോർഡ് കെൽവിൻ ആണ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതിൽ പഠിക്കാനുള്ളത് താപമാണ്. താപനില നമ്മൾ പറഞ്ഞു. എന്താണ് താപനില? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ആവറേജ് കൈനറ്റിക് എനർജി ആണെങ്കിൽ മൊത്തത്തിലുള്ള ഗതികോർജ്ജമാണ് ഇത് താപം എന്ന് പറയുന്നത്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണെങ്കിൽ താപത്തിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ്. തിരിഞ്ഞു പോകല്ലേ. അപ്പോൾ താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കെൽവിനാണ്. താപനിലയുടെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കെൽവിനാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ്. അതുപോലെ തന്നെ ഒരു കലോറി, അതായത് 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിക്കും? 4.2 ജൂൾ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് അഗ്നി ത്രികോണമാണ്, ഫയർ ട്രയാങ്കിൾ ആണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. 1 താപം, 2 ഇന്ധനം, 3 ഓക്സിജൻ. ഇത് 3ഉമാണ് എന്ത് ചെയ്യുന്നത്? അഗ്നി ത്രികോണത്തിൽ വരുന്നത്. അഗ്നി ത്രികോണത്തെ ജ്വലന ത്രികോണം എന്നും പറയുന്നത്. അപ്പോൾ ജ്വലന ത്രികോണം എന്നറിയപ്പെടുന്ന ഏതാണ്? അഗ്നി ത്രികോണമാണ്. ഇതിൽ വരുന്നത് ഏതെന്ന് ചോദിക്കുക. ഏതൊക്കെയാണ്? താപം വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്, ഇന്ധനം വരുന്നുണ്ട്. നമ്മൾ പഠിച്ചു കത്താൻ സഹായിക്കുന്നത് ഇന്ധനമാണ്. ഇന്ധനവും എന്താണ് ശേഷം ഓക്സിഡൈസറുമായിട്ട് ചേർന്നാണ് താപം പുറത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കുക. താപം വേണം, ഇന്ധനം വേണം, ഓക്സിജൻ വേണം. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തീ ഉണ്ടാക്കുന്നതിനുള്ള രാസപ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു ലളിതമായ മാതൃകയാണ് അഗ്നി ത്രികോണം, ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ധനമുണ്ട്, ഓക്സിജനുണ്ട്, താപമുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ തീയുടെ വ്യാപനം, അതായത് ഇന്ധനവും ഓക്സിജനും താപം എന്നീ 3 ഘടകങ്ങളെ കൂടാതെ ചെയിൻ റിയാക്ഷൻ എന്നൊരു ഘടകവും കൂടി തീ കത്തുന്നതിന് പടർന്നു പിടിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. അപ്പോൾ ഇന്ധനം, ഓക്സിജൻ, അതുപോലെ തന്നെ ഏതാണ്? താപം. ഈ 3 കാര്യങ്ങളെ കൂടാതെ ചെയിൻ റിയാക്ഷനൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തീ എന്താണ് കൂടുതലായിട്ടും ആളി പിടിക്കാൻ സാധ്യത കൂടുതലെന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ഫയർ ടെട്രാഹെഡ്രോൺ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഫയർ ടെട്രാഹെഡ്രോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഫയർ ടെട്രാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 താപം, 1 ഇന്ധനം, 1 ഓക്സിജൻ, 4 ഏതാണ്? ചെയിൻ റിയാക്ഷൻ ആണ്. പിന്നീട് നമ്മൾ നോക്കാനുള്ളത് തീ വ്യാപിക്കുന്നത് താഴെ പറയുന്ന ഘടകങ്ങളെ, അതായത് തീ വ്യാപിക്കുന്നതിന് എന്താണ് ആശ്രയിച്ചുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം. അത് തീ ആളി പിടിക്കാൻ സഹായിക്കും കേട്ടോ. തീ പിടിക്കുന്ന പ്രതലത്തിൻ്റെ എന്താണ് വിസ്തീർണം വരും. തീ പിടിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന താപത്തിൻ്റെ അളവ്, ആ താപത്തിൻ്റെ അളവ് അനുസരിച്ചിരിക്കും തീ എന്താണ് ആളി പിടിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ആർദ്രത, കാറ്റിൻ്റെ വേഗത, അന്തരീക്ഷ മർദ്ദം. അപ്പോൾ അന്തരീക്ഷ ആർദ്രത വരുന്നുണ്ട്, കാറ്റിൻ്റെ എന്താണ് വേഗത വരുന്നുണ്ട്, അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവും വരുന്നുണ്ട്. അതത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി എന്താണ് താപധാരിത എന്ന് പറയുന്നത്? എന്താണ് താപധാരിത? അതായത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തെയാണ് താപധാരിത. അതായത് എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായതാണ് താപധാരിത എന്ന് പറയും. താപധാരിതയുടെ യൂണിറ്റ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജൂൾ പെർ കിലോഗ്രാം ആണ് ജൂൾ പെർ കെൽവിൻ ആണ്. പഠിച്ചു വെക്കണേ. അതായത് താപധാരിതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ പെർ കെൽവിൻ ആണ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദാർത്ഥത്തെ എന്തെന്ന് വിളിക്കാം? താപത്തെ എന്തെന്ന് വിളിക്കാം? താപധാരിത എന്ന് വിളിക്കാം. ഇനി എന്താണ് വിശിഷ്ട താപധാരിത? ഇത് രണ്ടും തിരിച്ച് പഠിക്കാം. താപധാരിത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തെ എന്താണ്? താപധാരിത, ജൂൾ പെർ കെൽവിൻ ആണ്. വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ താപധാരിത എളുപ്പമാണ്.
എന്താണ് ഒരു പദാർത്ഥത്തിന് എന്താണ് താപം ഉയർത്താൻ ആവശ്യമായ 1 കെൽവിൻ, അത് ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തെ എന്തെന്ന് വിളിക്കാം? താപധാരിത എന്ന് വിളിക്കാം. വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ എന്താണ് താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കിലോഗ്രാം. താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണെങ്കിൽ വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് അത്രയും മതി. പിന്നീട് ഉത്പാദനം, സബ്ലിമേഷൻ എന്താണെന്ന് നോക്കാം. അതെന്താണ്? കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. എന്താണ് ഉത്പാദനം എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. അതായത് കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നതാണ് ഏത്? ഉത്പാദനം അഥവാ സബ്ലിമേഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ്റ ഗുളിക, അയഡിന്, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, ഇതൊക്കെ ഏതാണ്? ഈ പറഞ്ഞ ഉത്പാദനത്തിന് ഉദാഹരണമാണ്. പിന്നീട് കുറച്ച് ദ്രവണാങ്കം എഴുതിയിട്ടുണ്ട്. അത് അത്രയായിട്ട് നോക്കണ്ട. ഐസ് 0 ഡിഗ്രി ആണ്, ആൽക്കഹോൾ -115 ഡിഗ്രി ആണ്. അത്ര കൃത്യമായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അതൊന്ന് വായിച്ചു വിടുക. പിന്നീട് ഇതിനകത്ത് പ്രധാനമായിട്ട് താപധാരിതയും വിശിഷ്ട താപധാരിതയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ് ഫ്ലാഷ് പോയിന്റ്? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ അവിടെ കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ കൂടിയ താപനില എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, എഴുതരുത്. അപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ എന്താണ് ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനില, അതിനെ എന്തെന്ന് വിളിക്കാം? ഫ്ലാഷ് പോയിന്റ് എന്ന് വിളിക്കാം. താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്നത് ഉയർന്ന ജ്വലനക്ഷമതയാണ്. താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉയർന്ന ജ്വലനക്ഷമതയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത് നോക്കാനുള്ളത് ഫ്ലാഷ് പോയിന്റ് പറഞ്ഞു. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഫയർ പോയിന്റ് എന്ന് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ബാഷ്പീകരണ ജ്വലന പദാർത്ഥം ജ്വലനത്തിന് ശേഷം അതിൻ്റെ ബാഷ്പം വായുവിൽ കത്തുന്നത് തുടരുന്ന ഏറ്റവും കുറഞ്ഞ താപനില, അതാണ് ഫയർ പോയിന്റ്. അതായത് ഒരു ബാഷ്പീകരണ ജ്വലന പദാർത്ഥം, അതായത് എന്താണ് ബാഷ്പീകരണ ജ്വലന പദാർത്ഥം എന്താണ്? ജ്വലനത്തിന് ശേഷം, ജ്വലിച്ചതിന് ശേഷം അതിൻ്റെ ബാഷ്പം എന്താണ്? വായുവിൽ കത്തുന്നത്, വായുവുമായിട്ട് കത്തുന്നതാണ് എന്ത് ചെയ്യുന്നത്? തുടരുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്ത്? ഫയർ പോയിന്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് അതിനകത്ത് നോക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക അന്തരീക്ഷ താപനിലയിൽ ജ്വലിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് പൈറോഫോറിക് എന്നാണ്. അതൊന്ന് പഠിച്ചു വെക്കണം, ചിലപ്പം ചോദിക്കും, ഉറപ്പാണ്. എന്താണ്? സ്വാഭാവിക അന്തരീക്ഷ താപനിലയിൽ ജ്വലിക്കുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്നത് പൈറോഫോറിക് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതിനകത്ത് ചോദിക്കാനുള്ളത് താപപ്രേഷണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ചാലനം, സംവഹനം, വികിരണം. നമ്മളെ സാധാ ക്വസ്റ്റ്യനുകൾ എടുത്താൽ ഈ ക്വസ്റ്റ്യനുകൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ചാലനം എന്താണ്? സംവഹനം, വികിരണം. താപപ്രേഷണം 3 തരത്തിലാണ്. ഒന്ന് ചാലനമുണ്ട്, ഒന്ന് സംവഹനമുണ്ട്, 3 വികിരണമുണ്ട്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ നടക്കുന്നത് ഏതാണ്? വികിരണമാണ് ചോദിച്ചിട്ടുള്ള. അതായത് മാധ്യമ ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വികിരണം. അപ്പോൾ താപപ്രേഷണത്തിൽ പ്രധാനപ്പെട്ടതാണ് ചാലനം. എന്താണ് ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതാണ് എന്ത് ചെയ്യുന്നത്? താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ചാലനം എന്ന് പറയുന്നത്. അവിടെ എന്താണ്? തന്മാത്രകളുടെ സഞ്ചാരമില്ല. കരപദാർത്ഥങ്ങളിൽ മാത്രം നടക്കുന്ന താപപ്രേഷണമാണ് ഇത് ചാലനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ താപം കടത്തിവിടുന്ന വസ്തുക്കളുമുണ്ട്, കടത്തിവിടാത്ത വസ്തുക്കളുമുണ്ട്. അപ്പോൾ താപം എന്താണ്? കടത്തിവിടുന്ന വസ്തുക്കളെ, ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സുജാലകങ്ങളെന്ന് വിളിക്കാം. പഠിച്ചു വെക്കണേ. ഇനി താപം കടത്തിവിടാത്ത വസ്തുക്കളെ എന്തെന്ന് വിളിക്കാം? കുജാലകങ്ങളെന്ന് വിളിക്കാം. അത്രയും ഓക്കെ ആണല്ലോ. ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ കുജാലകങ്ങൾക്ക് ഉദാഹരണം, സുജാലകങ്ങൾക്ക് ഉദാഹരണം ലോഹങ്ങൾ പറയാം. കുജാലകങ്ങൾക്ക് ഉദാഹരണം എന്ത് പറയാം? തടി, പേപ്പർ, ബേക്കലൈറ്റ്, ഇതൊക്കെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? കരപദാർത്ഥങ്ങളിലാണ് നടക്കുന്നത്. എന്താണ്? തന്മാത്രകളുടെ സഞ്ചാരം ഇല്ലാതെ തന്നെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ എന്തെന്ന് വിളിക്കാം? ചാലനം എന്ന് വിളിക്കാം. ഇനി എന്താണ് സംവഹനം എന്ന് പറയുന്നത്? തന്മാത്രകളുടെ സഞ്ചാരമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംവഹനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരത്തിലും ദ്രാവകത്തിലും നടക്കാം, വാതകത്തിലും നടക്കാം. അപ്പോൾ ദ്രാവകത്തിലും വാതകത്തിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ഏത്?
സംവഹനം എന്ന് പറയുന്നത്. തന്മാത്രകളുടെ സഞ്ചാരമാണ്, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതാണ് സംവഹനം. അതിൽ തന്മാത്രകളുടെ സഞ്ചാരമാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മാധ്യമം ആവശ്യമാണ്. സംവഹനത്തിന് മാധ്യമം ആവശ്യമാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ വികിരണമാണ്. അതായത് ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണമാണ്. അതുപോലെ തന്നെ തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതിന് കാരണം ഏതാണ്? വികിരണമാണ്. അപ്പോൾ മാധ്യമമില്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികിരണമാണ്. നമ്മുടെ 2023 ഫയർമാൻ ചോദിച്ച ചോദ്യമാണ്. മാധ്യമമില്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതി ഏതാണ്? വികിരണമാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ചാലനം പറഞ്ഞു, സംവഹനം പറഞ്ഞു, വികിരണം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ താപത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഇന്നോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ബാക്കി ഇതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.